ആ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നഗരമാതാവിനും മരുമോൻ MLAക്കുമെതിരെ കേസില്ല പോലും. തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAക്കുമെതിരെയുള്ള പരാതിയിൽ കേസെടുക്കില്ല. ഡ്രൈവർ മോശമായി പെരുമാറിയതിനാൽ ബസ് തടഞ്ഞെന്നാണ് പോലീസ് ന്യായീകരണം. പരാതി നൽകുന്നത് KSRTCയും ഒഴിവാക്കി. ബസ് തടഞ്ഞ് ട്രിപ്പ് മുടക്കിയെന്നായിരുന്നു ഡ്രൈവർ യദുവിന്റെ പരാതി. അതേസമയം ഡ്രൈവർ HL യദുവിനെ ഉടൻ പിരിച്ചുവിടില്ല, എന്നാൽ ജോലിക്ക് കയറ്റുകയുമില്ല. KSRTCയുടേതാണ് വിചിത്ര നടപടി. മേയർ ഗതാഗത മന്ത്രിയോട് പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ KSRTC MD പ്രാഥമിക അന്വേഷണം നടത്തി. ഡ്രൈവറെ പിന്തുണച്ചാണ് സഹപ്രവർത്തകർ മൊഴി നൽകിയത്. ഇതോടെയാണ് പിരിച്ചുവിടൽ നടപടി വേണ്ടെന്ന് ഗതാഗത മന്ത്രി തീരുമാനിച്ചത്. എന്നാൽ മേയർ പരാതി പറഞ്ഞതിനാൽ പൂർണ്ണമായി തിരിച്ചെടുക്കാനും സാധിക്കില്ല. ഇതോടെയാണ് പോലീസ് അന്വേഷണം കഴിയും വരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചത്. ബസ്സിലിരുന്ന് യദു ലൈംഗിക ചേഷ്ട കാണിച്ചെന്ന മേയറുടെ ആരോപണത്തിൽ മേയർക്കെതിരെ യദുവിന്റെ അമ്മയും രംഗത്തെത്തിയിട്ടുണ്ട്. മേയർ അത് എങ്ങനെ കണ്ടു എന്നാണ് യദുവിന്റെ അമ്മയുടെ ചോദ്യം. രണ്ടുപേരും ഓടുന്ന വണ്ടിയിലാകുമ്പോൾ അതെങ്ങനെ കാണാൻ സാധിക്കുമെന്നാണ് യദുവിന്റെ അമ്മ ചോദിക്കുന്നത്. ഉയരമുള്ള ബസ്സിലിരുന്ന് മകൻ കാണിക്കുന്നത് ഗ്ലാസ് ഇട്ട് പോകുന്ന കാറിൽ ഇരുന്ന് എങ്ങനെ കാണാൻ സാധിക്കും? മേയർ നടത്തുന്നത് വ്യാജ ആരോപണമാണ്. സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് മേയർ മകനെ തന്തയ്ക്ക് വിളിച്ചു. ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്നും യദുവിന്റെ അമ്മ ചോദിക്കുന്നുണ്ട്. മേയറെ പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഡ്രൈവറെ പഴിചാരി കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് KSRTC അധികൃതർ. സംഭവത്തിൽ മന്ത്രി KB ഗണേഷ് കുമാർ ഇടപെട്ട് അന്വേഷണം നടത്തിയിരുന്നു. യാത്രക്കാരിൽ നിന്നും വിവരം ശേഖരിച്ചിരുന്നു. ആരും ഡ്രൈവറെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നാണ് വിവരം. വിജിലൻസ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറി. എന്നാൽ CPM നിലപാടിനെതിരെ നീങ്ങണ്ട എന്നാണ് നിലവിലെ തീരുമാനം. BMSഉം കോൺഗ്രസ് അനുകൂല സംഘടനയായ TDFും ഡ്രൈവർക്ക് വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി 10:20 പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപത്ത് വെച്ചാണ് കാറിന് കടന്നു പോകാൻ സ്ഥലം നൽകിയില്ലെന്നാരോപിച്ച് മേയറും KSRTC ഡ്രൈവറുമായി തർക്കമുണ്ടായത്. മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA, ആര്യയുടെ സഹോദരൻ അരവിന്ദ്, ഭാര്യ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. സീബ്ര ലൈനിൽ കാർ കുറുകെയിട്ടാണ് KSRTC ബസ്സിനെ തടഞ്ഞതെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവന്ന CCTV ദൃശ്യം. ബസിന്റെ ഇടതുവശത്തുകൂടിയാണ് ഓവർടേക്ക് നടന്നതെന്നും ഈ ദൃശ്യം വ്യക്തമാക്കുന്നു. റെഡ് സിഗ്നലിലാണ് കാർ നിർത്തിയതെന്നും ഇതിനുശേഷമാണ് കാറിൽ നിന്ന് ഇറങ്ങി ഡ്രൈവറോട് സംസാരിച്ചതെന്നുമുള്ള ആര്യയുടെ വാദങ്ങൾ വാസ്തവ വിരുദ്ധമാണ് എന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ. ബസ് സർവീസ് മുടക്കിയെന്ന KSRTC ഡ്രൈവർ യദുവിന്റെ പരാതി നിലനിൽക്കുമെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ ജോലി തടസ്സപ്പെടുത്തി പൊതുജനത്തിന് തടസ്സമുണ്ടാക്കി എന്ന ഡ്രൈവറുടെ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. നടുറോഡിൽ KSRTC ബസ് തടഞ്ഞതിന് ജാമ്യമില്ലാ കുറ്റത്തിന് വകുപ്പുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരെ തടയുകയും ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതിന് IPC 353 പ്രകാരം കേസെടുക്കാം. 2 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന ജാമ്യമില്ലാ കുറ്റമാണിതെന്ന് നിയമവിദഗ്ധർ പറയുന്നുണ്ട്.